നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. ഞാൻ കോൾ അറ്റൻഡ് ചെയ്തപ്പം ഓപ്പോസിറ്റ് സൈഡിൽ ഈ പറയുന്ന പോലെ ബോബി ചെമ്മണ്ണൂർ ആയിരുന്നു ഉണ്ടായിരുന്നത്. കാലിക്കറ്റ് എപ്പോഴെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞു. എന്നാ ഓക്കെ എന്ന് ഞാനും പറഞ്ഞു. എൻ്റെ അമ്മേൻ്റെ നാട് കാലിക്കറ്റ് ആണ്. അപ്പം നമുക്ക് അവിടെ പോകാനുണ്ടായ സമയത്ത് ആളെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ആളവിടെ ഉണ്ടായിരുന്നു. ഞങ്ങള് പോയത് ഞാൻ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, മാമൻ, അച്ഛൻ്റെ ഒരു ഫ്രണ്ട്, അത് ഒരു 10ഓളം ആൾക്കാർ തന്നെ. കുട്ടിക്ക് 10ഓളം ആൾക്കാരാണ് കാലിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത്. എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയാൻ. പി എ പറയുന്ന ആള് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ധന്യക്ക് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തൂടെ, പിന്നെ ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ടാണോ ബോച്ചേനെ കാണാൻ വരുന്നത് ചോദിച്ചു. ഐ വാസ് ലൈക്ക് അതിനിപ്പോ എന്താണ്. ലേശം ചിന്തിച്ചൂടെ, ബോച്ചേനെയാണ് കാണാൻ വരുന്നത്. അപ്പം എനിക്കത് മനസ്സിലായിട്ടില്ല. സീരിയസ്ലി ട്രസ്റ്റ് മീ. പിന്നെ അപ്പം ഞാൻ പറഞ്ഞു, അല്ല ആരെ ആയാലും ഞാൻ ഇങ്ങനെയാണ് പോവാറില്ലേ പറഞ്ഞപ്പോൾ. ഹലോ, ഞങ്ങളിവിടെ പാപ്പിച്ചായന്റെ വിഷമത്തിൽ പങ്കെടുത്തോണ്ടിരിക്കണേ. ബോഡി എപ്പോഴാ എടുക്കുന്നേ? ഒരു സമയം കഴിഞ്ഞപ്പോൾ ഡൂഡ് ഭയങ്കരമായിട്ട് പിന്നെ റേസായി. ഡൂഡ് അയാളെടുത്ത് പറഞ്ഞു, പിന്നെ ബോച്ചയല്ല ഏതോനായിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിന്റെ ചെള്ള ഞാൻ അടിച്ചു തിരിക്കും പറഞ്ഞു. അയാൾ വേഗം ഡൂഡിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, സായികൃഷ്ണൻ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞത്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, ആളെന്താ പറഞ്ഞതൊന്നും പറഞ്ഞിട്ടില്ല. അന്ന് മുതൽ ബോബി ചെമ്മണ്ണൂരിന് ഹെലനെ ഒന്ന് പൂശണം എന്നുണ്ടായിരുന്നു. ഇതാണ് അയാൾ ഉപയോഗിച്ചത്, പൂശണം എന്നുണ്ടായിരുന്നു. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നു. അത് കേട്ടതോടുകൂടി എനിക്ക് പൊട്ടി. അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും പൂശണം? പൂശ മീൻസ് വാട്ട്? നിൽക്കണ്ട സാറേ, നമുക്ക് പോകാം. അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല. വക്കീൽ ഉറപ്പ് പറഞ്ഞിട്ടുള്ളതല്ലേ? അതല്ല, പോയാ ഈ വക വെടിക്കെട്ടുമായിട്ട് അയാൾ പുറകെ വരും. അന്ന് മുതൽ ഹെലനെ ഒന്ന് പൂശണം എന്നുണ്ടായിരുന്നു. എല്ലാരും കൂടി നിങ്ങൾ വന്നു. ആ ലൈന് മനസ്സിലായത് നിങ്ങൾക്ക്? ഇയാളെ ബോഡി ലാംഗ്വേജ് വർത്താനം, ഇയാൾ ആ ഒരു പെർവേർട്ട് ലൈനിലാണ് ഇയാൾ ഈ വർത്താനം പറഞ്ഞത്. എനിക്ക് അന്ന് പൊളിഞ്ഞ്. ഞാൻ അറിഞ്ഞു, മാങ്ങയുള്ള മാവിലല്ലേ ആളുകൾ കല്ലെറിയൂ. സത്യത്തിൽ ഒരു അംഗീകാരമല്ലേ ആ കല്ല്. ഞാന് ലിറ്ററലി അയാളെ കോളർ കയറി പിടിച്ച് ഞാൻ അവിടുന്ന് അലമ്പാക്കിയ സാധനം. അപ്പത്തേക്ക് അയാളിന്റെ കൈ പിടിച്ച് ഇന്നെ സോൾവ് ആക്കാൻ നോക്കുന്നു. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഇയാളോട് ഞാൻ പറയുന്നു, ചള്ളടിച്ച് ഞാൻ തിരിക്കും, ഉറപ്പാണ്. ഈ ചെറ്റ വർത്താനം ഇനി തന്റെ വായെന്ന് വന്നു കഴിഞ്ഞാൽ ബോച്ചന്നല്ല താനല്ല ഏത് ഊച്ചാണെന്നുള്ളത് ചള്ളക്കുറ്റി അടിച്ചു പൊട്ടിക്കുക എന്ന് തന്തരാത്ത വർത്താനം പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചു. കൂൾ ഡൗൺ കെആർപി, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. തന്റെ കാര്യം ഞാൻ ഏറ്റു. ഞാൻ പോട്ടെ, പോകാൻ വരട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.